ഇപ്പോൾ ജാതികളുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. വെറുതെ ഒരു ജീവിതമല്ല, ജാതികളെ കൂടി ക്രിസ്തുവിലേക്ക് കൊണ്ടുവരിക, അതാണ് നമ്മുടെ ലക്ഷ്യം. ഒരു യഹൂദനെ സംബന്ധിച്ച് ഏതെങ്കിലും വിജാതീയരുടെ നടുവിൽ അവൻ താമസിക്കുകയാണെങ്കിൽ ആ വിജാതീയരെ യഹൂദനാക്കണമെന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹം അവനുണ്ടാകാൻ സാധ്യതയില്ല. മറിച്ച് ആ വിജാതീയരുടെ ആരാധന രീതിയിൽ ഞാൻ പെട്ടുപോകാതെ യഹോവയ്ക്ക് വിശുദ്ധനായി ഞാൻ ജീവിക്കണം എന്നുള്ളതാണ് ഒരു യഹൂദൻ്റെ മുഖ്യ താല്പര്യം. പക്ഷേ ക്രിസ്ത്യാനികളായ നമ്മുടെ താല്പര്യം അതല്ല. സുവിശേഷം പ്രസംഗിക്കണം, ജാതികളെ ക്രിസ്തുവിന് ശിഷ്യരാക്കണം. ഇത് ദൈവം നമുക്ക് തന്നിരിക്കുന്ന കൽപ്പനയാണ്. എങ്ങനെ ജാതികൾ സുവിശേഷത്താൽ ആകർഷിക്കപ്പെടും? നമ്മുടെ ജീവിതത്താലാണ് അവർ സുവിശേഷത്തിന് ചെവി കൊടുക്കേണ്ടത്. അവർ നമ്മെ വായിക്കുകയാണ്, ദിനം പ്രതി അവർ നമ്മെ വായിക്കുകയാണ്. ഈ ബോധ്യം ഉണ്ടായിരിക്കണം. ഞാൻ ക്രിസ്തുവിനാൽ എഴുതപ്പെട്ടൊരു ലേഖനമാണ്. ഈ വിജാതികൾ ബൈബിൾ വായിക്കുന്നില്ല, അവർ എന്നെയാണ് വായിക്കുന്നത്. എൻ്റെ സംസാരവും എൻ്റെ കുടുംബജീവിതത്തിലുള്ള സൗമ്യതയും താഴ്മയും എൻ്റെ സാമ്പത്തിക മേഖലയിലുള്ള വിശുദ്ധിയും ഒക്കെ അവർ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്രിസ്തു മാർഗം ഒരു വിശുദ്ധ മാർഗമാണോ? ക്രിസ്തു മാർഗം ഒരു വിശുദ്ധ മാർഗമാണ് എന്ന് തെളിയിക്കുന്ന ധാരാളം പുസ്തകങ്ങളുണ്ട്. നല്ല പുസ്തകങ്ങളൊക്കെ നമ്മൾ വായിച്ചിരിക്കണം. അതിന് അതിൻ്റേതായ സ്ഥാനമുണ്ട്. ക്രിസ്തു മാർഗം വിശുദ്ധ മാർഗമാണെന്ന് തെളിയിക്കുന്ന ധാരാളം പുസ്തകങ്ങൾ ഇന്ന് വായിക്കാൻ കിട്ടും. പക്ഷേ ക്രിസ്തു മാർഗം വിശുദ്ധ മാർഗമാണ് എന്ന് തെളിയിക്കുന്ന 1000 പുസ്തകങ്ങളെക്കാൾ ശക്തിയുള്ളത് വിശുദ്ധിയിൽ ജീവിക്കുന്ന ഒരു ദൈവഭൃത്യൻ്റെ ജീവിതത്തിനാണ്. ഒന്നുകൂടി പറയാം, ക്രിസ്തു മാർഗം വിശുദ്ധ മാർഗമാണ് എന്ന് തെളിയിക്കുന്ന അനേകം പുസ്തകങ്ങളെക്കാളും ശക്തിയുള്ളത് വിശുദ്ധിയിൽ ജീവിക്കുന്ന ഒരു ക്രിസ്തു ഭക്തൻ്റെ ജീവിതത്തിനാണ്. ഈ ക്രിസ്തു ഭക്തൻ ആരാണ്? നാം ഓരോരുത്തരുമാണ് ഈ ക്രിസ്തു ഭക്തൻ. അവിശ്വാസികളായ പലരും ക്രിസ്തു മാർഗത്തെ സംബന്ധിച്ചുള്ള ക്രിസ്തു മാർഗം അതിവിശുദ്ധമായ മാർഗമാണ് എന്നതിനെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന മനോഹര ഗ്രന്ഥങ്ങൾ വായിച്ചിട്ടില്ല, കണ്ടിട്ടില്ല. പക്ഷേ അവർ നിത്യേന നമ്മളെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ ക്രിസ്തുവിൻ്റെ പത്രമാണ്. നമ്മൾ അവിശ്വാസികളോട് പറയും, നിങ്ങൾ ബൈബിൾ വായിക്കണം, ബൈബിൾ വായിക്കണം. അവർ പറയുന്നു, ഞാൻ നിന്നെ വായിക്കട്ടെ, ഞാൻ നിന്നെ വായിക്കട്ടെ. അപ്പോൾ നമ്മൾ പറയും, എന്നെ വായിക്കണ്ട, യേശുവിനെ നോക്കിയാൽ മതി, യേശുവിനെ നോക്കിയാൽ മതി. ഞങ്ങളുടെ പത്രം നിങ്ങൾ തന്നെ, പൗലോസ് പറയുകയാണ്. അവിശ്വാസികളൊക്കെ പൗലോസ് സ്ഥാപിച്ച സഭയിലെ വിശ്വാസികളുടെ ജീവിതം കാണണം. ഇവർ ക്രിസ്തുവിൻ്റെ പത്രം തന്നെയാണ് എന്ന് അവിശ്വാസികൾക്ക് ബോധ്യം വരണം. പൗലോസിന് അഭിമാനമുണ്ട്, നിങ്ങളൊക്കെ ക്രിസ്തുവിൻ്റെ പത്രമാണ്. ഒരു സഭയിലെ വിശ്വാസികളൊക്കെ ക്രിസ്തുവിൻ്റെ പത്രമാണ്. നമ്മൾ ഈ സന്ദേശം കേട്ട് ഇവിടുന്ന് പോകുമ്പോൾ നമുക്കൊരു ബോധ്യം ഉണ്ടായിരിക്കണം, ഞാൻ കർത്താവ് എഴുതിയ ഒരു ലേഖനമാണ്, ഒരു എപ്പിസലാണ്. നാം പൗലോസിൻ്റെ ലേഖനങ്ങൾ വായിച്ച് ഇതെത്ര മനോഹരമാണെന്ന് ചിന്തിക്കാറുണ്ട്. യോഹന്നാനും മുക്കുവനായ പത്രോസൊക്കെ എഴുതിയ ലേഖനങ്ങൾ വായിച്ച് എത്ര ആഴമായ സത്യങ്ങൾ ഇതിലുണ്ട്, ഇതെത്ര മനോഹരമാണ് നമ്മൾ പറയാറുണ്ട്. ഇതുപോലെ തന്നെ അവിശ്വാസികൾ നമ്മളാകുന്ന ഈ ജീവനുള്ള ലേഖനങ്ങൾ വായിച്ച് ഇവരുടെ ജീവിതം എത്ര മനോഹരമാണ്, ഇവർ എത്ര താഴ്മയുള്ളവരാണ്, ഇവരെത്ര ഐക്യമുള്ളവരാണ്, ഇവരെത്ര സഹിക്കുന്നവരാണ്, ഇവരുടെ കൂട്ടായ്മയിൽ ആത്മാവിൻ്റെ ഐക്യബന്ധം കാത്തു സൂക്ഷിക്കപ്പെടുന്നുണ്ട് എന്ന് അവിശ്വാസികൾക്ക് പറയണം. അവർ കാണുമ്പോൾ മനോഹരമായ ഒരു ലേഖനം പോലെയായിരിക്കണം നമ്മുടെ ജീവിതം. അല്ലാതെ ലേഖനങ്ങൾ വായിച്ച് എത്ര ഈടുറ്റ ലേഖനങ്ങൾ, എത്ര ആഴമേറിയ മർമ്മങ്ങൾ എന്ന് പറഞ്ഞ് നാം സുവിശേഷത്തിന് യോഗ്യമായി ജീവിക്കാതെ പോയാൽ എന്താ അതിൻ്റെ സ്ഥിതി? അതാണ് യാക്കോബ് പറയുന്നത്, നിങ്ങൾ വചനം കേട്ടിട്ട് നിങ്ങളെ തന്നെ ചതിക്കുന്നവരാകരുത്, ഇത് കേട്ടിട്ട് നിങ്ങൾ ചെയ്യുകയും വേണം. പൗലോസും പറയുന്നത് മറ്റൊരു ഭാഷയിൽ, നിങ്ങൾ സുവിശേഷത്തിന് യോഗ്യമാവണ്ണം ജീവിക്കുക മാത്രം ചെയ്താൽ മതി. ഫിലിപ്പിയ ലേഖനം 1:27, ഞാൻ നിങ്ങളെ വന്ന് കണ്ടിട്ടോ ദൂരത്തിരുന്ന് നിങ്ങളുടെ അവസ്ഥ കേട്ടിട്ടോ നിങ്ങൾ ഏകാത്മാവിൽ നിലനിന്ന് എതിരാളികളാൽ ഒന്നിലും കുലുങ്ങിപ്പോകാതെ ഏക മനസ്സോടെ സുവിശേഷത്തിൻ്റെ വിശ്വാസത്തിനായി പോരാട്ടം കഴിക്കുന്നു എന്ന് ഗ്രഹിക്കേണ്ടതിന് ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് യോഗ്യമാവണ്ണം മാത്രം നടക്കുവിൻ. ഇതിലെഴുതിയിരിക്കുന്നു, നിങ്ങൾ ഏകാത്മാവിൽ നിലനിന്ന്, സ്റ്റാൻഡ് ഫേം ഇൻ വൺ സ്പിരിറ്റ്. നിലനിൽക്കുക എന്നുള്ളതിന് ഉറച്ചു നിൽക്കുക എന്നാണ് അർത്ഥം. ഏകാത്മാവിൽ ഉറച്ചു നിൽക്കണം. എന്തുകൊണ്ട് ഫിലിപ്പിയ വിശ്വാസികൾ ഏകാത്മാവിൽ ഉറച്ചു നിൽക്കണം? കാരണം അവർക്ക് ശത്രുക്കളുണ്ട്, അവർക്ക് എതിരാളികളുണ്ട്.
ആരായിരിക്കാം ഈ ഫിലിപ്പിയ സഭയുടെ എതിരാളികൾ? ഒന്നുകിൽ യഹൂദന്മാരായിരിക്കാം, അല്ലെങ്കിൽ റോമ ഗവൺമെൻറ് ആയിരിക്കാം, യമനന്മാരായിരിക്കാം. ആരാണ് കൃത്യമായി ഇവരുടെ എതിരാളികൾ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും അവർക്ക് എതിരാളികളുണ്ട് എന്നുള്ളതിന് സംശയമില്ല. ഏകാത്മാവിൽ നിങ്ങൾ നിലനിൽക്കണം, കാരണം നിങ്ങൾക്ക് എതിരാളികളുണ്ട്. എതിർപ്പ് വർദ്ധിക്കുമ്പോൾ വിശ്വാസികൾ തമ്മിലുള്ള കൂട്ടായ്മ വർദ്ധിക്കണം, ഐക്യം വർദ്ധിക്കണം. എതിർപ്പില്ലെങ്കിലും വിശ്വാസികൾ തമ്മിൽ ആത്മാവിൻ്റെ ഐക്യബന്ധം കാത്തു സൂക്ഷിക്കപ്പെടണം. എതിർപ്പ് വരുമ്പോഴോ ഉള്ള സ്നേഹവും ഐക്യവും ശക്തിപ്പെടണം. സൻബല്ലത്തും തോബിയാവും നെഹമ്യാവിൻ്റെ നേതൃത്വത്തിൽ ഇസ്രായേൽ മക്കൾ യെരുശലേമിൻ്റെ മതിൽ പണിയുമ്പോൾ വല്ലാത്ത തടസ്സമുണ്ടാക്കി. ഈ രണ്ടുപേരെ എതിർത്തപ്പോൾ നെഹമ്യാവിൻ്റെ കീഴിൽ എല്ലാ ഇസ്രായേൽ മക്കളും അണിനിരന്നു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? എതിർപ്പുകാർക്കൊന്നും വിജയിക്കാൻ സാധിച്ചില്ല. മതിലിൻ്റെ പണി നടന്നു. ദൈവസഭയുടെ പണി ഒരു മതിൽ പണി പോലെ തന്നെയാണ്. എതിർപ്പുകളുണ്ടാകും, ഐക്യം വർദ്ധിക്കണം. ഐക്യം വർദ്ധിച്ചാലേ എതിർപ്പിൻ്റെ നടുവിൽ പരാജയപ്പെടാതെ നമുക്ക് മുന്നേറുവാൻ സാധിക്കും. സഭയിലെ എല്ലാ വിശ്വാസികളും ഏകാത്മാവിൽ ഉറച്ചു നിൽക്കണം. സഭയിലുള്ള ഐക്യം എന്ന് പറയുന്നത് രാഷ്ട്രീയ സംഘടനയിലെ ഐക്യം പോലെയല്ല. ഒരേ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നവർക്ക് തന്നെ തമ്മിൽ ചേരാൻ പറ്റാതെ കൊലപാതകങ്ങളും അക്രമങ്ങളും നടക്കുന്നു. അപ്പം അതേപോലെയുള്ള ഒരു ഐക്യം ഉണ്ടാകരുത്. അതായത് ഞങ്ങൾ IPC-ക്കാരാ, തമ്മിൽ കണ്ടുകൂടാ. ദൈവസഭയിലെ ഐക്യം സംഘടനയിലെ ഐക്യം പോലെയല്ല. പരിശുദ്ധാത്മാവാണ് ഐക്യം അവിടെ സ്ഥാപിക്കുന്നത്. പരിശുദ്ധാത്മാവാണ് വിശ്വാസികൾ തമ്മിലുള്ള ഐക്യം കാത്തു സൂക്ഷിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഒരു ദൈവസഭയിൽ ഐക്യം ഉണ്ടാകണമെങ്കിൽ എല്ലാ വിശ്വാസികളും പരിശുദ്ധാത്മാവിനെ അനുസരിക്കുന്നവരായി മാറണം. പരിശുദ്ധാത്മാവിനെ അനുസരിക്കാത്ത വിശ്വാസികളാണെങ്കിൽ ആ സഭയിൽ ഐക്യം ഉണ്ടായിരിക്കാം, പക്ഷേ അത് രാഷ്ട്രീയ സംഘടനയിലെ ഐക്യം പോലെയായിരിക്കും. അത് പിളർന്ന് വീണ്ടും വളരും, വീണ്ടും പിളരും. യാതൊരു ചേർച്ചയും അവിടെ ഉണ്ടാകുകയില്ല. എഫേസ്യർ 4:3 ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുവിൻ. നിങ്ങൾ ഏകാത്മാവിൽ ഉറച്ചു നിൽക്കണം. റോമാ പടയാളികൾ സാധാരണ ഒരു പ്രതിജ്ഞ എടുക്കുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. എന്തു വന്നാലും യുദ്ധത്തിൽ പിന്തിരിയാൻ പാടില്ല. അതുകൊണ്ട് ഒരു രീതിയിലും പിന്തിരിഞ്ഞോടുകയില്ല എന്നുള്ളൊരു പ്രതിജ്ഞ എടുത്തതിന് ശേഷമാണ് ഒരു റോമൻ പടയാളി ആ ജോലിക്ക് ഇറങ്ങുന്നത്. ചിലപ്പോൾ യുദ്ധക്കളത്തിൽ സീസറിന് വേണ്ടി മരിച്ചേക്കാം, പക്ഷെ പിന്തിരിയാൻ പാടില്ല. ഏകാത്മാവിൽ ഉറച്ചു നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ മരണം വരട്ടെ, ഒരടി പോലും ഞാൻ പിന്നിലേക്കില്ല. ഫിലിപ്പിയ വിശ്വാസികൾ ചുറ്റും ശത്രുക്കളുണ്ട്, പക്ഷേ മരണം വന്നാലും ഞങ്ങൾ ഒരടി പോലും പിന്നിലേക്കില്ല. റോമാ പടയാളികൾ അവരുടെ രാജാവിന് വേണ്ടി ചിലപ്പോൾ മരിച്ചു വീഴും. ഇതേപോലെ തന്നെ കർത്താവിന് വേണ്ടി ഞങ്ങൾ മരിച്ചു വീണാലും രക്തസാക്ഷിയായാലും ഒരടി പോലും ഞങ്ങൾ പിന്നിലേക്കില്ല. ഇതാണ് ഏകാത്മാവിൽ ഉറച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ. ഈ ഏകാത്മാവിൽ ഉറച്ചു നിന്നാലുണ്ടല്ലോ, മരിക്കേണ്ടി വന്നാലും നമ്മൾ പിന്മാറ്റക്കാരാകില്ല. ഇന്ന് എത്ര പേരാണ് പിന്മാറ്റക്കാർ സഭകളിൽ നമുക്ക് കാണാൻ സാധിക്കും. സ്നാനപ്പെട്ട് 10 വർഷം ആരാധനയ്ക്ക് പോയവർ പിന്നെ അവിടെ കാണാനില്ല. നിലനിൽക്കുന്നുണ്ടോ? ഉറച്ചു നിൽക്കുന്നുണ്ടോ? നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ ചത്താലും ശരി ഒരടി ഞാൻ പിന്നിലേക്കില്ല. ഏകാത്മാവിൽ നിങ്ങൾ നിലനിൽക്കണം. ശത്രുക്കൾ നിങ്ങളുടെ ചുറ്റുമുണ്ട്. ഒന്ന് കാണാൻ കഴിയുന്ന ശത്രുക്കൾ, മറ്റേത് കാണാൻ കഴിയാത്ത ശത്രുവായ പിശാച്. 2 ശത്രുക്കളുടെയും നടുവിലാണ് ഈ ഫിലിപ്പിയ വിശ്വാസികൾ. ഇവർക്ക് ജയം കിട്ടണമെങ്കിൽ ഇവർ തമ്മിൽ ഐക്യത ഉണ്ടാകണം. സാത്താൻ ഒരു കാര്യം അറിയാം, ഭിന്നിപ്പിച്ച് നിർത്തിയാൽ മാത്രമേ വിശ്വാസികളെ തോൽപ്പിക്കാൻ സാധിക്കൂ. അതുകൊണ്ട് ഒരു ദൈവസഭയിൽ ഐക്യം വരുന്നതിനെ തടയുവാൻ പിശാച് ശ്രമിക്കും. അതുകൊണ്ടാണ് പാസ്റ്റർമാർ തമ്മിൽ യോജിക്കാതെ പലപ്പോഴും പോകുന്നത്. ഒരേ സഭയിലുള്ള വിശ്വാസികൾക്ക് തന്നെ ഏക മനസ്സും ഏക അഭിപ്രായവും ഇല്ലാതെ പരസ്പരം കലഹിച്ച് ഒറ്റപ്പെട്ട് നിൽക്കുന്നതിൻ്റെ എല്ലാം കാരണം പിശാചിൻ്റെ ഒരു തന്ത്രമാണ്. നാം ഒന്നിച്ചു നിൽക്കുകയാണെങ്കിൽ ഒരു പിശാചിന് നമ്മളെ തോൽപ്പിക്കുവാൻ സാധിക്കുകയില്ല. ഏകാത്മാവിൽ ഉറച്ചു നിൽക്കണം. അങ്ങനത്തെ ഒരു സഭയാണ് പാതാള ഗോപുരങ്ങളെ ജയിച്ചു മുന്നേറുന്ന സഭ. പിളർപ്പുള്ള സഭയൊക്കെ സാത്താൻ കീഴടക്കും. അത് കേവലം സഭയല്ല, അതൊരു സംഘടനയാണ്. നമ്മൾ എത്ര പറഞ്ഞാലും ശരി, ഞങ്ങളുടെ സഭയെ സാത്താൻ ഒരിക്കലും തോൽപ്പിക്കില്ല, ഞങ്ങളിവിടെ എത്ര അടി കൂടിയാലും എത്ര
വഴക്ക് കൂടിയാലും ഞങ്ങളുടെ സഭയെ സാത്താൻ തോൽപ്പിക്കുന്നത് വെറുതെ പറയുന്നതാണ്. ആ സഭയൊക്കെ തോൽക്കും. ഏകാത്മാവിൽ ഉറച്ചു നിൽക്കുന്ന സഭയെ മാത്രമേ പിശാചിന് തൊടാൻ പറ്റാത്തത് ആയിട്ടുള്ളൂ. നമ്മൾ ഒറ്റക്കെട്ടായി നിന്ന് നോക്കൂ, വിജയം നമുക്കുണ്ട്. നിങ്ങൾ ഏകാത്മാവിൽ ഉറച്ചു നിൽക്കണം. ലൈറ്റ് ഹൗസ് നമ്മൾ കണ്ടിട്ടുണ്ട്. രാത്രി സമയത്തൊക്കെ ദൂരെയുള്ള കപ്പലിന് ദിശാബോധം കൊടുക്കുന്നത് ഈ ലൈറ്റ് ഹൗസാണ്. എന്നാൽ ഒരു ലൈറ്റ് ഹൗസ് എപ്പോഴും പ്രകാശിക്കാതെ തെളിഞ്ഞ അന്തരീക്ഷത്തിൽ മാത്രമേ പ്രകാശിക്കുകയുള്ളൂ എന്ന് കരുതുക. പേമാരി വന്നാൽ, കൊടുങ്കാറ്റ് വന്നാൽ ലൈറ്റ് ഹൗസ് കത്തില്ല. അങ്ങനെയുള്ളൊരു ലൈറ്റ് ഹൗസ് കൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? പ്രിയമുള്ളവരെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ എതിർപ്പുകളും പ്രയാസങ്ങളും ഒക്കെ വന്നാൽ നാം ലൈറ്റ് കൊടുക്കുന്നത്, വെളിച്ചം പരത്തുന്നത് അവസാനിപ്പിച്ച് മങ്ങാൻ പാടില്ല. ഏതു കാലാവസ്ഥയിലും നമ്മൾ ഉറച്ചു നിലനിൽക്കണം. ചിലരുണ്ട്, നല്ല അനുകൂലമായ കാലാവസ്ഥ വന്നാൽ അവർ വളരെ സൗമ്യരാണ്. അവർക്ക് സാമ്പത്തിക ഞെരുക്കമോ മറ്റു പീഡകളോ ഒക്കെ വന്നാൽ അവർ വളരെ വിഷാദമൂകരായി കാര്യമായി സുവിശേഷത്തിന് വേണ്ടി ഒന്നും ചെയ്യാതെ ഒരു ആത്മീയ മൃതാവസ്ഥയിലെത്തുകയാണ്. അത് പാടില്ല. നിങ്ങൾ ഉറച്ച് നിൽക്കണം. ഏത് കാലാവസ്ഥയിലും പ്രകാശം പരത്തുന്നവരായിരിക്കണം വിശ്വാസികൾ. ആ വാക്യത്തിൽ അടുത്തതായിട്ട് എഴുതിയിരിക്കുന്നത്, എതിരാളികളാൽ കുലുങ്ങിപ്പോകാതെ. എതിരാളികളാൽ കുലുങ്ങിപ്പോകരുത്. കുലുങ്ങിപ്പോകരുതെന്ന് പറഞ്ഞാൽ ഭയന്ന് പോകരുത്, ചഞ്ചലിച്ചു പോകരുത്. ശക്തരായ എതിരാളികൾ ഇവരുടെ ചുറ്റുമുണ്ട്. പക്ഷെ നിങ്ങൾ പരിഭ്രമിക്കരുത്. എന്താ കാരണം? ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അതാണ് നമ്മുടെ ധൈര്യം. ഇനി എതിരാളികൾ ഉണ്ടാകട്ടെ, കഷ്ടങ്ങൾ ഉണ്ടാകട്ടെ, ദൈവം ആ സമയത്ത് അകന്നു മാറുമോ? ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. കഷ്ടങ്ങളിൽ അവിടുന്ന് ഏറ്റവും അടുത്ത സഹായിയാണ്. എതിർപ്പുകൾ ശക്തമായി വരുമ്പോൾ കർത്താവിൻ്റെ സാമീപ്യം ഏറ്റവും അടുത്താണ്. എതിരാളികളാൽ ഒന്നിലും നിങ്ങൾ കുലുങ്ങിപ്പോകരുത്. കർത്താവായ യേശുക്രിസ്തു മരിച്ചു. ശിഷ്യന്മാർക്ക് ഭയങ്കര പേടി വന്നു. അവർ യഹൂദന്മാരെ പേടിച്ച് ഒളിച്ചിരിക്കുകയായിരുന്നു. ചിലപ്പോഴൊക്കെ നമ്മുടെ പേടി അനാവശ്യമായിട്ടാണ് കേട്ടോ. അവർ ഒളിച്ചിരിക്കുകയാണ് പേടിച്ചിട്ട്. അപ്പോൾ കർത്താവ് അവരുടെ നടുവിൽ വന്ന് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. അതോടെ എല്ലാ പേടിയും പോയി. പലപ്പോഴും നമ്മൾ പേടിക്കുന്നത് അനാവശ്യമായിട്ടാണ്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് കർത്താവ് പറഞ്ഞിരിക്കെ നമ്മൾ എന്തിനാ പേടിക്കുന്നത്? കാരണം നമ്മുടെ ആപത്ഘട്ടങ്ങളിൽ ശത്രുഭീഷണിയുടെ നടുവിൽ കർത്താവ് മാറി നിൽക്കുമോ? അപ്പോഴാണ് നമുക്ക് ഏറ്റവും കർത്താവിൻ്റെ സാമീപ്യം ആവശ്യമായിരിക്കുന്നത്. യോഹന്നാൻ 20:19, ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ ആയ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ ഇരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് അവരോട് പറഞ്ഞു. ഈ ഫിലിപ്പിയ വിശ്വാസികൾ എണ്ണത്തിൽ കുറവാണ്. അവിശ്വാസികളും സുവിശേഷത്തെ എതിർക്കുന്നവരുമായിരിക്കും ഒരുപക്ഷെ ഭൂരിപക്ഷം. ക്രിസ്തു ഇവരുടെ പക്ഷത്താണ്. ഇവർ ക്രിസ്തുവിൻ്റെ പക്ഷത്താണ്. അതുകൊണ്ട് അംഗബലം കുറഞ്ഞാലും ഇവരാണ് ഭൂരിപക്ഷം. ക്രൈസ്റ്റ് +1 ഈസ് എ മെജോറിറ്റി. നാം ഒറ്റ ആളാണെങ്കിലും ക്രിസ്തുവിനോട് കൂടെയാണ് നാം നിൽക്കുന്നതെങ്കിൽ നമ്മളാണ് ഭൂരിപക്ഷം. മറ്റേതെല്ലാം മാനുഷിക ബലം മാത്രമാണ്. നമ്മുടെ കൂടെ ദൈവത്തിൻ്റെ ശക്തിയാണുള്ളത്. അതുകൊണ്ട് എതിർപ്പുണ്ടായാലും ഭവനത്തിൽ നിന്നോ നാടിൽ നിന്നോ എവിടെ നിന്ന് എതിർപ്പുണ്ടായാലും നാം ക്രിസ്തുവിൻ്റെ പക്ഷത്താണെങ്കിൽ നമ്മൾ ഭൂരിപക്ഷമാണ്. അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, ഫിലിപ്പിയ വിശ്വാസികളെ, എതിരാളികളാൽ നിങ്ങൾ യാതൊരു കാരണവശാലും കുലുങ്ങിപ്പോകരുത്, നിങ്ങൾ ഭയപ്പെട്ടു പോകരുത്. പൗലോസിന് ഒത്തിരി കഷ്ടതകൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ സുവിശേഷ വേലയിൽ വന്നു. ഏകനായി താൻ പോരാടി. എന്നാൽ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ കർത്താവ് തന്നെ പൗലോസിൻ്റെ അടുത്ത് വന്ന് നീ പേടിക്കേണ്ട, ധൈര്യമായിരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെയും ക്രിസ്തീയ ജീവിതത്തിൽ ഏകനായി നമ്മൾ ചില പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുമ്പോൾ ഭയപ്പെടാവുന്ന സാഹചര്യം വരാം. പക്ഷേ അതിൻ്റെ നടുവിൽ കർത്താവ് എന്ന് പറയും, ഭയപ്പെടേണ്ട, ധൈര്യമായിരിക്കാം. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് തിരുവചനത്തിൽ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. നമ്മളത് വായിക്കുന്നു. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമ്മളെ ധൈര്യപ്പെടുത്തുവാൻ ഈ രീതിയിലും കർത്താവിന് സംസാരിക്കാൻ സാധിക്കും. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 18:9. രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ പൗലോസിനോട് നീ ഭയപ്പെടാതെ പ്രസംഗിക്കുക, മിണ്ടാതിരിക്കരുത്, ഞാൻ നിന്നോടുകൂടെ ഉണ്ട്, ആരും നിന്നെ ആക്രമിക്കുകയോ ഇല്ല, ഈ പട്ടണത്തിൽ എനിക്ക് വളരെ ജനമുണ്ട് എന്ന് അരുളി ചെയ്തു. എന്താ നമ്മുടെ ധൈര്യം? ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്, മിണ്ടാതിരിക്കരുത്.
നീ ധൈര്യമായി പ്രസംഗിക്കുക, ഈ പട്ടണത്തിൽ എനിക്കായി ധാരാളം ജനമുണ്ട്. പിന്നെ പൗലോസിന് പേടിക്കേണ്ട വല്ല കാര്യമുണ്ടോ? പൗലോസ് ഇത്രയും എതിർപ്പുകളുടെ നടുവിൽ സുവിശേഷ വേല ചെയ്തത് തൻ്റെ മാനുഷികമായ കഴിവ് ഉപയോഗിച്ചിട്ടാണോ? കർത്താവ് കൂടെ ഉണ്ടായിരുന്നു. ഒരു ശത്രുവിന് പരമാവധി എന്ത് ദ്രോഹമായിരിക്കും നമ്മോട് ചെയ്യാൻ സാധിക്കുക? ഒരു ശത്രുവിന് നമ്മോട് ചെയ്യുവാൻ കഴിയുന്നതിൻ്റെ പരമാവധി ദ്രോഹം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തെ കൊല്ലുക എന്നുള്ളതാണ്. നമ്മുടെ വസ്തുക്കൾ എടുത്തു കൊണ്ടുപോവുക, നമ്മുടെ സൽപ്പേര് നഷ്ടപ്പെടുത്തുക, അതിനേക്കാളൊക്കെ അപ്പുറമായിട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം നമ്മെ കൊല്ലുക എന്നുള്ളതാണ്. പക്ഷേ കർത്താവ് പറഞ്ഞു, ശരീരത്തെ കൊന്നിട്ട് അധികമായി ഒന്നും ചെയ്യുവാൻ കഴിയാത്തവനെ നിങ്ങൾ ഭയപ്പെടരുത്. എൻ്റെ ശരീരത്തിൽ ജീവനാലാകട്ടെ മരണം കൊണ്ടാകട്ടെ എൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്തണം. അതാണ് നമ്മുടെ ആഗ്രഹമെങ്കിൽ ഒരാൾ പറയണം ഞാൻ നിന്നെ കൊല്ലുകയാണെന്ന്, നമുക്ക് പേടി തോന്നും. ദേഹത്തെ കൊന്ന് അധികമായി ഒന്നും ചെയ്യാൻ കഴിയാത്തതിനെ ഭയപ്പെടരുതെന്ന് കർത്താവ് പറഞ്ഞു. നമ്മളൊന്നും വാസ്തവത്തിൽ വലിയ ഭീഷണിയൊന്നും നേരിടുന്നില്ല. നമുക്ക് എന്ത് ഭീഷണി? നമ്മൾ സുഖമായി ഇവിടെ വരുന്നു, അല്ലെങ്കിൽ സഭയിൽ പോകുന്നു, കൈയടിക്കുന്നു, പാട്ട് പാടുന്നു. എന്ത് ഭീഷണിയാണ് നമുക്ക്? ലൂക്കോസ് 12:4 എന്നാൽ എൻ്റെ സ്നേഹിതന്മാരായ നിങ്ങളോട് ഞാൻ പറയുന്നത്, ദേഹത്തെ കൊന്നിട്ട് പിന്നെ അധികമായി ഒന്നും ചെയ്യുവാൻ കഴിയാത്തവരെ ഭയപ്പെടേണ്ട. ശത്രുക്കൾക്ക് നമ്മുടെ ശരീരത്തെ കൊല്ലാൻ സാധിക്കും. ഈ രോഗാണുക്കൾക്ക് നമ്മുടെ ശരീരത്തെ ക്രമേണ കൊല്ലുവാൻ സാധിച്ചേക്കാം. ആ രോഗാണുവിനെ ഭയപ്പെടേണ്ട കാര്യമുണ്ടോ? ശരീരത്തെ കൊല്ലുവാൻ ഏത് ശക്തിക്കാണോ സാധിക്കുന്നത് ആ ശക്തികളെ ഒന്നും നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാണ്. ചികിത്സിച്ചിട്ടും മാറാത്തൊരു രോഗം ഒരു വിശ്വാസിക്ക് വന്നു എന്ന് കരുതുക, അവൻ ഭയപ്പെടേണ്ട കാര്യമുണ്ടോ? ഇത്രയും വചനങ്ങൾ കേട്ടിട്ട് ആർക്കെങ്കിലും മരണത്തോട് പേടി തോന്നുന്നുണ്ടോ? നമ്മുടെ ജീവിതകാലത്ത് വിശ്വസ്തനായവൻ നമ്മുടെ മരണസമയത്തും വിശ്വസ്തനായിരിക്കും. ഇപ്പോൾ നമുക്ക് ജീവിക്കുന്ന ക്രിസ്തുവാണെങ്കിൽ ഇനി അഥവാ രോഗം വന്നാലും അതിനെല്ലാം അതിജീവിക്കാനുള്ള കൃപ നമുക്ക് തരും. ആ സമയത്ത് കർത്താവ് ഒരിക്കലും നമ്മെ വിട്ട് മാറുകയില്ല. കാരണം ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാണ്. കഷ്ടങ്ങളിൽ അവിടുന്ന് ഏറ്റവും അടുത്ത സഹായിയാണ്. നാം നമ്മുടെ ജീവിതാന്ത്യമൊന്നും കണ്ടിട്ടില്ല. നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മൾ എങ്ങനെ മരിക്കും, ഏത് രീതിയിൽ കണ്ടിട്ടില്ല. പക്ഷേ കർത്താവിന് അറിഞ്ഞുകൂടെ? ഒരു കാര്യം ഉറപ്പാണ്, നമുക്ക് സഹിക്കാവുന്നതിലും മീതെയുള്ള ഒരു വേദനയോ ഒരു പരിശോധനയോ ദൈവം അയക്കുകയില്ല. ദൈവം വിശ്വസ്തൻ. 27 വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് ഏക മനസ്സോടെ സുവിശേഷത്തിൻ്റെ വിശ്വാസത്തിനായി പോരാട്ടം കഴിക്കുന്നു. ഏക മനസ്സോടെ സുവിശേഷത്തിൻ്റെ വിശ്വാസത്തിനായി പോരാട്ടം കഴിക്കുന്നു. വ്യത്യസ്ത ആശയങ്ങൾ, വ്യത്യസ്ത സ്വഭാവം, വ്യത്യസ്ത മാതാപിതാക്കളിൽ നിന്ന് വന്നവരൊക്കെയായിരുന്നു പണ്ട് ഈ ഫിലിപ്പിയ വിശ്വാസികൾ. ഇപ്പോൾ അവർ കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചതുകൊണ്ട് അവർക്കെല്ലാം പൊതുവായി ഒരു പിതാവിനെ ലഭിച്ചു. ആ പിതാവിൻ്റെ മക്കളായി. മാത്രമല്ല ഈ ഫിലിപ്പിയ വിശ്വാസികളൊക്കെ ഇനി ചെല്ലാനിരിക്കുന്നത് ഇതേ സ്വർഗീയ പിതാവിൻ്റെ നിത്യഭവനത്തിലാണ്. ഈ ഫിലിപ്പിയ വിശ്വാസികൾ അല്പവർഷം മാത്രമേ ഫിലിപ്പി എന്ന പ്രദേശത്ത് ഉണ്ടായിരിക്കുകയുള്ളൂ. പിന്നെ അവരെല്ലാവരും സ്വർഗീയ പിതാവിൻ്റെ സന്നിധിയിലായിരിക്കും. അതുകൊണ്ട് ഈ ഭൂമിയിൽ ഇവർ അല്പകാലം ജീവിക്കുമ്പോൾ ഏക മനസ്സോടെ ആയിരിക്കണം അവർ പ്രവർത്തിക്കേണ്ടത്. ഫിലിപ്പിയ സഭയിലെ ഒട്ടുമിക്ക വിശ്വാസികൾ ഏക മനസ്സുള്ളവരാണ്, ഏകാഭിപ്രായമുള്ളവരാണ്. പക്ഷേ 2 പേർക്ക്, 2 സഹോദരിമാർക്ക് ഏക ചിന്തയോടെ ഇരിക്കാൻ സാധിച്ചില്ല. അപ്പോൾ പൗലോസ് പ്രബോധിപ്പിക്കുന്നുണ്ട്, നിങ്ങൾ 2 പേരും ഏക ചിന്തയോടെ ഇരിക്കണം. ഇന്ന് നമ്മുടെ സഭകളിൽ ഏതെങ്കിലും 2 സഹോദരന്മാർക്ക്, 2 സഹോദരിമാർക്ക് ഏകചിന്തയോടെ ഇരിക്കാൻ സാധിച്ചില്ല എങ്കിൽ, ഏക മനസ്സോടെ ഇരിക്കാൻ സാധിച്ചില്ല എങ്കിൽ അതൊരു വലിയ കാര്യമായിട്ട് നമ്മൾ ആരെങ്കിലും കരുതുമോ? എന്നാൽ അന്ന് ആദിമസഭ വിശ്വസിച്ചവരെല്ലാം ഒരേ മനസ്സുള്ളവർ, ഒരേ ഹൃദയമുള്ളവരായിരുന്നു. അതുകൊണ്ട് ഏതെങ്കിലും സഭയിൽ 2 പേർക്ക് തമ്മിൽ ഐക്യമില്ലാതെ പോയാൽ അത് വല്ലാത്തൊരു പ്രതിസന്ധിയായിട്ടാണ് അന്ന് കരുതിയിരുന്നത്. ഫിലിപ്പിയ 4:2 കർത്താവിൽ ഏക ചിന്തയോടിരിക്കുവാൻ ഞാൻ യുവതിയെയും സുന്ദരിയെയും പ്രബോധിപ്പിക്കുന്നു. ആദിമസഭയിൽ 2 പേർ ഏകചിന്തയോടെ ഇരിക്കുവാൻ സാധിക്കാതെ പോയാൽ അത് വല്ലാത്തൊരു പ്രശ്നമായിരുന്നു. ഇന്ന് 100 പേരുള്ള സഭയിൽ ഒരുപക്ഷെ 100 പേർക്കും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ, ചിന്താഗതികളൊക്കെ ഉണ്ടായാലും അതൊരു കാര്യമായ ഒരു കുറ്റമായി, പാപമായിട്ട് പലരും കാണുന്നില്ല. എന്നാൽ പൗലോസ് പറയുന്നത്, ഫിലിപ്പിയ വിശ്വാസികളെ, നിങ്ങൾ ഏക മനസ്സുള്ളവരായി, ഏക ചിന്തയുള്ളവരായി, ഏക അഭിപ്രായമുള്ളവരായി നിലനിന്നാൽ മാത്രമേ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് സന്തോഷം ഉണ്ടാവുകയുള്ളൂ. നിങ്ങൾ തമ്മിൽ വ്യത്യസ്ത അഭിപ്രായവും വ്യത്യസ്ത ചിന്താഗതികളും ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾക്കെങ്ങനെ സാത്താനെതിരെ പോരാടുവാൻ സാധിക്കും? ഫിലിപ്പിയ ലേഖനം 2:2 നിങ്ങൾ ഏക മനസ്സുള്ളവരായി, ഏക സ്നേഹം പൂണ്ട്, ഐക്യമത്യപ്പെട്ട്, ഏകഭാവമുള്ളവരായി ഇങ്ങനെ എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുവിൻ.
സ്നേഹത്തിലൂടെയെല്ലാം കാണുവാൻ, ദൈവ സ്നേഹത്തിൽ തന്നെയെല്ലാം ചെയ്യുവാൻ, എന്നിൽ നിൻ സ്വഭാവം പകരണമേ, ദിവ്യ തേജസാൽ എന്നെ നിറയ്ക്കണം. എന്നിൽ നിൻ സ്വഭാവം പകരണമേ, ദിവ്യ തേജസാൽ എന്നെ എല്ലാം അങ്ങേ മഹത്വത്തിനായെല്ലാം. ഏക മനസ്സോടെ സുവിശേഷത്തിന് വിശ്വാസനായി പോരാട്ടം കഴിക്കുന്നു. ആദിമസഭ എപ്രകാരമുള്ള സഭയായിരുന്നു നമുക്കറിയാം. അപ്പസ്തോല പ്രവൃത്തി 2:32. വിശ്വസിച്ചവരുടെ കൂട്ടം ഏക ഹൃദയവും ഏക മനസ്സുമുള്ളവരായിരുന്നു, തനിക്കുള്ളത് ഒന്നും സ്വന്തം എന്ന് ആരും പറഞ്ഞില്ല, സകലവും അവർക്ക് പൊതുവായിരുന്നു. അതുകൊണ്ട് നമ്മുടെ വസ്തുക്കളൊക്കെ ദൈവമക്കളുമായി ഷെയർ ചെയ്യണം. അതൊരു ഔദാര്യമല്ല, അവർക്ക് കൂടി ഷെയർ ചെയ്യാൻ വേണ്ടിയാണ്. ദൈവം നമുക്ക് എന്തെങ്കിലും ഭൗതിക നന്മ തന്നിട്ടുണ്ടെങ്കിൽ നാം ഒരു വിശ്വാസിക്ക് എന്തെങ്കിലും സഹായം ചെയ്തു കൊടുക്കുന്നത് നമ്മുടെ ഔദാര്യ മനസ്കത കൊണ്ടാണോ? ദൈവം എല്ലാം ദാനമായിട്ട് തന്നിരിക്കുകയല്ലേ. ഇനി 28-ാം വാക്യത്തിലേക്ക് പ്രവേശിക്കാം. വാക്യം 28. ഇത് അവരുടെ നാശത്തിനും നിങ്ങളുടെ രക്ഷയ്ക്കും ഒരു അടയാളമാകുന്നു, അത് ദൈവം തന്നെ വെച്ചതാകുന്നു. ഈ എതിർപ്പെല്ലാം ദൈവം അറിഞ്ഞിട്ടാണ്. സ്വർഗസ്ഥനായ പിതാവ് അറിയാതെ തലയിൽ ഒരു നാര് പോലും കൊഴിയുകയില്ല. ഈ എതിർപ്പുകളൊക്കെ ഇവരുടെ രക്ഷയ്ക്കായിട്ടാണ് വരുന്നത്. എന്താണ് അതിൻ്റെ അർത്ഥം? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായിട്ടാണ് വ്യാപരിപ്പിക്കുന്നത്. എതിരാളികൾ പലതും ചെയ്യുന്നു, ഇവർ സുവിശേഷത്തിന് യോഗ്യമായി ജീവിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഇവരുടെ മേൽ ദൈവത്തിൻ്റെ കൃപയും പരിശുദ്ധാത്മ നിറവും വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. എതിർപ്പിൻ്റെ നടുവിൽ സുവിശേഷത്തിന് യോഗ്യമായൊരു ജീവിതം ആര് നയിക്കുന്നുവോ അവരുടെ മേൽ ദൈവകൃപയും പരിശുദ്ധാത്മ നിറവും കൂടുതൽ കൂടുതൽ ഉണ്ടാകും. അപ്പോൾ ഇത് ഇവർക്ക് നല്ലതിനാണ്. ഇനി നാം ദൈവകൃപയിൽ നിലനിൽക്കുന്നു, നമ്മൾ സുവിശേഷത്തിന് യോഗ്യമായി ജീവിക്കുകയാണെങ്കിൽ ആരൊക്കെ തിന്മ ചെയ്താലും ആരൊക്കെ ദോഷം ചെയ്താലും അതൊക്കെ നമ്മുടെ നന്മയ്ക്കാക്കി മാറ്റും. എതിരാളികൾ എന്തൊക്കെ ചെയ്താലും അതൊക്കെ നമ്മുടെ ഗുണത്തിനാണ്, നമ്മുടെ രക്ഷയ്ക്കാണ്. പഴയ നിയമത്തിൽ ജോസഫിനെതിരായിട്ട് സ്വന്തം സഹോദരന്മാർ ദോഷം ചെയ്തു. പൊത്തിഫറിൻ്റെ ഭാര്യയും ചില കുടുക്കുകൾ ഉണ്ടാക്കി. എല്ലാ ദോഷവും ദൈവം നന്മയ്ക്കാക്കി തീർത്തു. ഇതൊടുവിൽ ഈ യോസഫിന് മനസ്സിലായി. അപ്പോൾ യോസഫ് പറയുന്നുണ്ട്, നിങ്ങൾ എനിക്കെതിരെ ദോഷം നിരൂപിച്ചു, ദൈവമോ ഇതെൻ്റെ ഗുണത്തിനാക്കി തീർത്തു. അതുകൊണ്ടാണ് പറയുന്നത്, ഫിലിപ്പിയ വിശ്വാസികളെ, നിങ്ങൾക്ക് എതിരാളികളുണ്ട്, ദോഷം ചെയ്യാൻ അവർ ശ്രമിക്കുന്നു, പക്ഷേ ഇത് അവരുടെ നാശത്തിനും നിങ്ങളുടെ രക്ഷയ്ക്കാണ്, ഇത് നിങ്ങളുടെ നന്മയ്ക്കായിട്ടാണ്. കാരണം ഇതൊക്കെ ദൈവം അറിഞ്ഞിട്ടാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എതിർപ്പുകൾ വരട്ടെ, ദോഷം പലരും ചെയ്യട്ടെ, നമ്മൾ സുവിശേഷത്തിന് യോഗ്യമായി മാത്രം ജീവിക്കുകയാണെങ്കിൽ എല്ലാ ദോഷങ്ങളെയും നന്മയ്ക്കാക്കി തീർക്കുവാൻ, അത് നമ്മുടെ ഗുണത്തിനാക്കി മാറ്റുവാൻ ദൈവത്തിന് ശക്തിയുണ്ട്. നാം ഒരു പോരാട്ടത്തിനും പോകരുത്. കുറേ നെഗറ്റീവ് വരകൾ, ഈ നെഗറ്റീവ് വരകളെല്ലാം പോസിറ്റീവ് ആക്കണമെങ്കിൽ ഒറ്റ വര ഇങ്ങനെ വരച്ചാൽ മതി, അത് പോസിറ്റീവായി. പിന്നെ നമ്മൾ എന്തിനാണ് പോരാട്ടം നടത്തേണ്ടത്? ആരോടാണ് നമ്മൾ ഗുസ്തിക്ക് പോകേണ്ടത്? ദൈവത്തിലുള്ള വിശ്വാസവും ദൈവത്തിൻ്റെ വഴി അറിയാതെയും പോകുമ്പോഴാണ് ശത്രുക്കൾക്കെതിരെ പ്രതികാര നടപടികളുമായി ഒരു വിശ്വാസി രംഗത്തിറങ്ങുക. യോസഫ് പറയുന്നു, ഉൽപ്പത്തി 50:20, നിങ്ങൾ എൻ്റെ നേരെ ദോഷം വിചാരിച്ചു, ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി തീർത്തു. ഇതിൽ നിന്ന് നാം പഠിക്കുന്ന പാഠം എന്താണ്? ആരെല്ലാം എനിക്കെതിരെ ദോഷം ചെയ്താലും ഞാൻ ദോഷം ചെയ്തവർക്ക് എതിരായിട്ട് ഒരു നടപടിക്കും പോവുകയില്ല. കാരണം ഈ ദോഷമെല്ലാം എൻ്റെ നന്മയ്ക്കാക്കി തീർക്കുവാൻ എൻ്റെ ദൈവത്തിന് ശക്തിയുണ്ട്. ആര് കയർക്കട്ടെ, ആര് ശകാരിക്കട്ടെ, ആര് വേണ്ടാത്ത കാര്യങ്ങൾ നമ്മെക്കുറിച്ച് പറഞ്ഞ് പരത്തട്ടെ, നമ്മളൊരു പ്രതികാര നടപടിക്കും പോകരുത്. ഇത് അവരുടെ നാശത്തിനും നിങ്ങളുടെ രക്ഷയ്ക്കും ഒരു അടയാളമാകുന്നു. ദൈവമക്കളെ ദ്രോഹിക്കുന്നവർ വാസ്തവത്തിൽ ആരെയാണ് ദ്രോഹിക്കുന്നത്? ദൈവത്തെ തന്നെയാണ് ദ്രോഹിക്കുന്നത്. ശൗൽ ദൈവമക്കളെ പീഡിപ്പിച്ചു, പക്ഷെ വാസ്തവത്തിൽ ക്രിസ്തുവിനെയാണ് എതിർത്തത്. ഇവർ നാശത്തിലാണ് നിൽക്കുന്നത്. എന്താ തെളിവ്? അവരുടെ പ്രവൃത്തികളാണ് അത് വ്യക്തമാക്കുന്നത്. ഫലം കൊണ്ടാണ് വൃക്ഷത്തെ തിരിച്ചറിയുന്നത്. ഈ ഫിലിപ്പിയ വിശ്വാസികൾക്ക് എതിരായി ചില കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട്. അവർ നാശത്തിലാണ് നിൽക്കുന്നത്. എന്താ തെളിവ്? അത് അവരുടെ പ്രവൃത്തികൾ വ്യക്തമാക്കുന്നു. പിന്നെ ഇതാരാ വെച്ചത്? അത് ദൈവം തന്നെ വെച്ചതാ.
ഇങ്ങനെ അനുസരിക്കാത്തൊരു ഭാര്യ, ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇതാരാ വെച്ചത്? ഇതാരാ തന്നത്? ദുഃഖത്തിൻ്റെ പാനപാത്രം ആ സമയത്ത് ഈ പാട്ടൊക്കെ പാടുമോ? പലരും ഇപ്പം ഈ പാട്ട് പാടാറില്ല. കാരണം ഈ ദുഃഖവും സങ്കടവും കഷ്ടമൊന്നും പലർക്കും ഇഷ്ടമല്ല ഇപ്പോൾ. കാരണം വിടുതലും നമുക്ക് ആകെ ഉയർച്ചയും, ക്രിസ്തുവിൽ നമ്മൾ ജയാളിയാണ്, നമ്മളിതിൽ തോൽക്കില്ല, നമുക്കൊക്കെ ജയമാണ്, ആകെ വിടുതല. പിന്നെ അപ്പോഴാണ് ദുഃഖത്തിൻ്റെ. എന്നാലും 29 വാക്യം വായിച്ച് വ്യക്തമായിട്ട് മറുപടി ഇപ്പം പറഞ്ഞതിനുള്ള മറുപടി അടുത്ത വാക്യത്തിലുണ്ട് കേട്ടോ. ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ മാത്രമല്ല അവന് വേണ്ടി കഷ്ടം അനുഭവിക്കുവാനും കൂടെ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു. ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ മാത്രമല്ല അവന് വേണ്ടി കഷ്ടം അനുഭവിക്കാനും കൂടെ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു. ഫിലിപ്പ് ലേഖനം 1:29. ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ മാത്രമല്ല അവന് വേണ്ടി കഷ്ടം അനുഭവിക്കാനും കൂടെ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു. നമ്മളോട് ആരെങ്കിലും ചോദിക്കുകയാണ്, നിങ്ങൾ എങ്ങനെയാണ് ക്രിസ്തുവിൽ വിശ്വസിച്ചത്? അപ്പോൾ ഒരുപക്ഷെ നമ്മൾ പറയും, ഞാൻ സുവിശേഷം കേട്ടു, എൻ്റെ സ്വന്തം ശക്തിയാൽ ഞാൻ വിശ്വസിച്ചു, അങ്ങനെ വിശ്വാസിയായി. ഇനി വേറൊരാൾ ചോദിക്കുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് കഷ്ടത വന്നത്? അപ്പോൾ നമ്മളിൽ പലരും പറയും, ഈ കഷ്ടതയുണ്ടല്ലോ ഇത് പിശാച് കൊണ്ടുവന്നതാണ്. പക്ഷേ ഈ പറഞ്ഞ രണ്ട് ഉത്തരങ്ങൾക്കും വിപരീതമായിട്ടാണ് ഈ വാക്യത്തിൽ നമ്മൾ വായിച്ചു കേട്ടത്. ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ മാത്രമല്ല അവന് വേണ്ടി കഷ്ടം അനുഭവിക്കുവാനും കൂടെ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു. ഇവിടെ വിശ്വാസത്തെ ഒരു വരമായിട്ടാണ് പറയുന്നത്, കഷ്ടതയെയും ഒരു വരമായിട്ടാണ് പറയുന്നത്. വരം എന്ന് പറഞ്ഞാൽ ദൈവം നൽകുന്ന ഒരു ഗിഫ്റ്റാണ്, ഒരു കൃപാദാനമാണ്. നമുക്ക് വാസ്തവത്തിൽ സ്വയമായിട്ട് വിശ്വസിക്കാനുള്ള ശക്തിയില്ല. വിശ്വാസം നമുക്കൊരു വരമായിട്ട് ലഭിക്കണം. ആദ്യം നമുക്ക് വിശ്വാസം ഒരു വരമാണ് എന്നതിനെക്കുറിച്ച് ചിന്തിച്ച് കഷ്ടത എന്ന വരത്തെക്കുറിച്ച് ചിന്തിക്കാം. ഈ വാക്യത്തിൽ 2 വരങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഏതാണ് 2 വരങ്ങൾ? ഒന്ന് വിശ്വാസം എന്ന വരം, 2 കഷ്ടത എന്ന വരം. വിശ്വാസം എന്ന വരം പോലെ തന്നെയുള്ള മറ്റൊരു വരമാണ് കഷ്ടത എന്നുള്ള വരം. അതിനു മുമ്പ് എന്താണ് ഈ വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? വിശ്വാസം എന്നത് ആശിക്കുന്ന കാര്യത്തിൻ്റെ ഉറപ്പ്, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. വിശ്വാസം എന്ന് പറഞ്ഞാൽ ഞാനൊരു ചെയറിലിരിക്കുകയാണ്, ഒരു കസേരയിലിരിക്കുന്നു. എൻ്റെ മുഴുഭാരവും ഇപ്പോൾ വഹിക്കുന്നത് ഈ കസേരയാണ്. ഇതുപോലെ തന്നെ ഞാൻ എന്നെ തന്നെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുകയാണ്. ഇപ്പോൾ കർത്താവാണ് എന്നെ താങ്ങി നിർത്തിയിരിക്കുന്നത്. എന്നെയും എൻ്റെ സകല പ്രശ്നങ്ങളെയും കർത്താവാണ് താങ്ങി നിർത്തുന്നത്. അതുകൊണ്ട് എനിക്ക് പൂർണ്ണമായും വിശ്രമിക്കാൻ സാധിക്കും. കാരണം ഏറ്റവും ശാശ്വതമായ ബലമുള്ള ഒരു കരത്തിലാണ് ഞാൻ നിൽക്കുന്നതും നടക്കുന്നതും ഇരിക്കുന്നതും എല്ലാം. ഇതാണ് വിശ്വാസം. നമ്മെ സമ്പൂർണമായി ശക്തനായവൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നതിനെയാണ് വിശ്വാസം എന്ന് പറയുന്നത്. ഈ വിശ്വാസം നമുക്ക് സ്വന്തം ശക്തിയാൽ ലഭ്യമല്ല, ഇത് വരമായിട്ടാണ് ലഭിക്കേണ്ടത്. പൗലോസും ബർണബാസും അവരുടെ മിഷണറി യാത്ര കഴിഞ്ഞ് അന്ത്യോക്യയിലെത്തി. അന്ത്യോക്യയാണ് അവരുടെ ആസ്ഥാനം. അപ്പോൾ അവരുടെ യാത്രയിൽ കർത്താവ് കൂടെ ഇരുന്ന് ചെയ്ത അത്ഭുത പ്രവൃത്തികൾ വിവരിക്കുകയാണ്. അതാണ് അപ്പസ്തോല പ്രവൃത്തി 14-ാം അധ്യായം 27-ാം വാക്യത്തിൽ കാണുന്നത്. അവിടെ എത്തിയ ശേഷം സഭയെ ഒരുമിച്ച് കൂട്ടി ദൈവം തങ്ങളോടുകൂടെ ഇരുന്ന് ചെയ്തതൊക്കെയും ജാതികൾക്ക് വിശ്വാസത്തിൻ്റെ വാതിൽ തുറന്നു കൊടുത്തെന്നും അറിയിച്ചു. ജാതികൾക്ക് വിശ്വാസത്തിൻ്റെ വാതിൽ തുറന്നു കൊടുത്തത് ആരാണ്? ദൈവമാണ്. ദൈവം വിശ്വസിക്കുവാനായി അവരുടെ ഹൃദയവാതിൽ തുറന്നപ്പോഴാണ് അവർക്ക് വിശ്വസിക്കാൻ സാധിച്ചത്. ലുദിയ സുവിശേഷം കേട്ടു, ധാരാളം സഹോദരിമാരും സുവിശേഷം കേട്ടു. പക്ഷേ വിശ്വസിക്കുവാൻ ലുദിയയുടെ ഹൃദയമാണ് കർത്താവ് തുറന്നത്. അതുകൊണ്ട് വിശ്വാസം ഒരു വരമാണ്. നമ്മോടൊപ്പം സുവിശേഷം കേട്ട പലരും ഇത് വിശ്വസിച്ചില്ല. അവർ ഇപ്പോഴും അവിശ്വാസികളായിട്ടാണ് നിലനിൽക്കുന്നത്. നമ്മുടെ സ്വന്തം കുടുംബത്തിൽപ്പെട്ടവർ തന്നെ ഈ സന്ദേശം കേട്ടെങ്കിലും അവർക്കിത് അംഗീകരിക്കാൻ സാധിച്ചില്ല. ദൈവകൃപയാണ് ഇത് വിശ്വസിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്. അപ്പൊല്ലോസ് അഖായയിലേക്ക് പോയി. അവിടെ വിശ്വസിച്ചവർക്ക് ഈ അപ്പൊല്ലോസ് വളരെ പ്രയോജനമുള്ളവനായി തീർന്നു. അപ്പസ്തോല പ്രവൃത്തി 18:27. അവൻ, അതായത് അപ്പൊല്ലോസ്, അഖായയിലേക്ക് പോകുവാൻ ഇച്ഛിച്ചപ്പോൾ സഹോദരന്മാർ അവനെ ഉത്സാഹിപ്പിക്കുകയും അവനെ സ്വീകരിക്കേണ്ടതിന് ശിഷ്യന്മാർക്ക് എഴുതുകയും ചെയ്തു. അവിടെ എത്തിയപ്പോൾ അവൻ ദൈവകൃപയാൽ വിശ്വസിച്ചവർക്ക്
വളരെ പ്രയോജനമായി തീർന്നു. ദൈവകൃപയാലാണ് അഖായയിലുള്ളവർ വിശ്വസിച്ചത്. വിശ്വസിക്കുന്നതും ഒരു കൃപയാണ്. വിശ്വസിക്കുവാൻ ഒരു വരം ദൈവമാണ് തരുന്നത്. എന്തുകൊണ്ടാണ് ദൈവം വിശ്വാസം ഒരു വരമായി തരുന്നത്? സാധാരണ രക്ഷിക്കപ്പെടാത്ത മനുഷ്യൻ ദൈവത്തോട് ശത്രുതയിലാണ്. അവന് വെളിച്ചത്തോടല്ല താല്പര്യം, അവന് ഇരുളിനോടാണ് താല്പര്യം. രക്ഷിക്കപ്പെടാത്ത മദ്യപാനിയായ ഒരു സഹോദരൻ്റെ മുന്നിലേക്ക് നമ്മൾ ഒരു ബൈബിളും മദ്യക്കുപ്പിയും വെച്ച് നീട്ടുകയാണെങ്കിൽ ഇവൻ ഏതായിരിക്കും തിരഞ്ഞെടുക്കുക? തീർച്ചയായിട്ടും മദ്യക്കുപ്പിയായിരിക്കും തിരഞ്ഞെടുക്കുക. കാരണം രക്ഷിക്കപ്പെടാത്ത മനുഷ്യരൊക്കെ ദൈവത്തോട് മത്സരത്തിലാണ് കഴിയുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് പാപക്ഷമ വേണം, അത് ക്രിസ്തുവിലൂടെ മാത്രമേ ലഭ്യമാവുകയുള്ളൂ. ക്രിസ്തുവിനെ കൂടാതെ നിത്യമായ നരകമല്ലാതെ മറ്റൊരു ഗതിയും എനിക്കില്ല എന്നുള്ള സത്യം തിരിച്ചറിയുവാൻ പറ്റാത്ത വിധം അവൻ്റെ ഹൃദയം അന്ധമാണ്. അപ്പോൾ അതുകൊണ്ട് സുവിശേഷം കേൾക്കുമ്പോൾ ഇത് വിശ്വസിക്കുവാനായി ഒരു വരം ദൈവം നൽകുകയാണ്. യോഹന്നാൻ 3:19-20 വരെയുള്ള വാക്യങ്ങൾ. ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളത് ആകിയാൽ അവർ വെളിച്ചത്തേക്കാൾ ഇരുളിനെ സ്നേഹിച്ചത് തന്നെ. തിന്മ പ്രവർത്തിക്കുന്നവനെല്ലാം വെളിച്ചത്തെ പകയ്ക്കുന്നു, തൻ്റെ പ്രവൃത്തിക്ക് ആക്ഷേപം വരാതിരിക്കുവാൻ വെളിച്ചത്തിലേക്ക് വരുന്നതുമില്ല. മനുഷ്യൻ സ്വതവേ ഇരുളിനെ സ്നേഹിക്കുന്നു. പക്ഷേ എന്നിട്ടും ദൈവം മനുഷ്യനെ സ്നേഹിക്കുകയാണ്. അവൻ്റെ സ്വാഭാവികമായ ഹൃദയം സുവിശേഷത്തിനെതിരാണ്. അപ്പോൾ ദൈവം ചെയ്യുന്നത് അവൻ്റെ കല്ലായുള്ള ഹൃദയത്തെ മാറ്റി മാംസളമായൊരു ഹൃദയം അവനിൽ വെച്ചുപിടിപ്പിക്കുകയാണ്. ഇത് ദൈവം ചെയ്യുന്നൊരു കാര്യമാണ്. ഇങ്ങനെ ഒരു മാംസളമായ ഹൃദയം അവന് ലഭിക്കുമ്പോൾ ഈ സുവിശേഷ സന്ദേശം വിശ്വസിക്കുവാൻ അവന് സാധിക്കുന്നു. വിശ്വാസം എന്നത് ഒരു വരമായിട്ടാണ് ദൈവം കൊടുക്കുന്നതെങ്കിൽ ഒരുവൻ ഇങ്ങനെ പറഞ്ഞുകൂടെ, ഞാൻ സുവിശേഷം കേട്ടു, ഞാൻ വിശ്വസിച്ചില്ല, കാരണം എനിക്ക് വിശ്വസിക്കാനുള്ള വരം കിട്ടിയില്ല, അതുകൊണ്ട് ഒരിക്കലും ദൈവത്തിന് എന്നെ ശിക്ഷിക്കുവാൻ സാധിക്കില്ല. കാരണം എനിക്ക് വിശ്വസിക്കാനുള്ള വരം ദൈവം തന്നിരുന്നുവെങ്കിൽ തീർച്ചയായും ഞാൻ വിശ്വസിച്ചേനെ. പക്ഷേ അങ്ങനെ ഒരു മനുഷ്യനും പറയാൻ സാധ്യമല്ല. കാരണം സുവിശേഷം എന്നുള്ളത് ദൈവശക്തിയാണ്. അന്ധകാരത്തിലിരിക്കുന്ന ഒരു മനുഷ്യൻ ഈ വചനം കേൾക്കുമ്പോൾ അവൻ്റെ ഉള്ളത്തിൽ ചില കാര്യങ്ങൾ ഈ വചനം ചെയ്യുന്നുണ്ട്. വചനത്തിന് തന്നെ ചില ശക്തിയുണ്ട്. തിരുവചനം കേൾക്കുമ്പോൾ തന്നെ അത് വിശ്വസിക്കുവാൻ തക്ക രീതിയിൽ അവൻ്റെ ഹൃദയത്തെ ഭേദപ്പെടുത്തുവാൻ, രൂപാന്തരപ്പെടുത്തുവാൻ ദൈവത്തിന് സാധിക്കും. എന്നാൽ അവൻ്റെ ഹൃദയത്തിന് ഈ വചനം ചില വ്യത്യാസം വരുത്തിയിട്ടും അവൻ ഈ സുവിശേഷത്തെ അംഗീകരിക്കാതിരിക്കുമ്പോൾ അവന് പിന്നെ ശിക്ഷാവധിയാണ്. ഉദാഹരണം പറയാം. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, നിങ്ങൾ ഭൂലോകത്തെ എല്ലായിടത്തും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. വിശ്വസിക്കുകയും സ്നാനം സ്വീകരിക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിലകപ്പെടും. ഒരുവൻ പറയുകയാണ്, സുവിശേഷം ഞാൻ കേട്ടു, വിശ്വസിക്കാനുള്ള വരം കിട്ടിയില്ല, അതുകൊണ്ട് ശിക്ഷാവിധിയിൽ നിന്ന് എനിക്ക് മോചനം തരണമെന്ന് പറഞ്ഞാൽ കാര്യം നടക്കുകയില്ല. കാരാഗ്രഹ പ്രമാണിയോട് പൗലോസ് പറഞ്ഞു, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീ നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കും. അപ്പോൾ കാരാഗ്രഹ പ്രമാണി ഇങ്ങനെ പറഞ്ഞു എന്ന് വിചാരിക്കുക, സോറി പൗലോസേ സോറി, എനിക്ക് വിശ്വസിക്കാൻ സാധ്യമല്ല, കാരണം വിശ്വാസം എനിക്കൊരു വരമായി കിട്ടാത്തത് കൊണ്ട് ഇതൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് കാരാഗ്രഹ പ്രമാണിക്ക് രക്ഷപ്പെടാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. കാരണം ഈ സുവിശേഷം ഒരുവൻ്റെ കാതുകളിൽ കേൾക്കുമ്പോൾ തന്നെ അത് വിശ്വസിക്കാനുള്ള വരം തന്നെ അവന് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഈ സുവിശേഷം വിശ്വസിക്കാത്ത ഏവർക്കും ഉള്ളത് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയമാണ്. അതിന് ഉത്തരവാദി ആരാ? ദൈവമല്ല, അവർ തന്നെയാണ് ഉത്തരവാദി. ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ മാത്രമല്ല അവന് വേണ്ടി കഷ്ടം അനുഭവിക്കാനും കൂടെ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു. വിശ്വാസം എന്നുള്ളത് വരമാണ്. വാസ്തവത്തിൽ ഈ സുവിശേഷം വിശ്വസിക്കാനുള്ളൊരു വരം നമുക്ക് ലഭിച്ചാൽ പിന്നെ നമ്മൾ ഒരിക്കലും സുവിശേഷത്തിനെതിരായി നോ പറയുകയില്ല. സുവിശേഷം വിശ്വസിക്കുവാൻ നമ്മുടെ ഹൃദയം തുറക്കപ്പെടുമ്പോൾ ക്രിസ്തുവിൻ്റെ ദിവ്യ സൗന്ദര്യമാണ് നമ്മൾ കാണുന്നത്. ഈ സുവിശേഷം വിശ്വസിച്ചാൽ എനിക്ക് ലഭിക്കാൻ പോകുന്ന ആ നിത്യജീവൻ്റെ മഹത്വം നമ്മൾ കാണുവാൻ തുടങ്ങുകയാണ്. ദൈവം നമുക്ക് ഒരുക്കുന്ന ആ ശാശ്വതമായ രക്ഷയുടെ സ്വാദ് എന്താണ് നമ്മൾ അനുഭവിച്ചറിയാൻ തുടങ്ങുകയാണ്. അതുകൊണ്ട് വാസ്തവത്തിൽ വരം കിട്ടിയാലേ എനിക്ക് സുവിശേഷമൊന്നും വേണ്ടാന്ന് ആർക്കും പറയാൻ സാധ്യമല്ല. പറയുന്നുവെങ്കിൽ അവൻ്റെ ഹൃദയകാഠിന്യം അത്രമാത്രം വലുതാണ്. ഇതുവരെ നമ്മൾ ചിന്തിച്ചത് വിശ്വാസം ഒരു വരം, ഇനി കഷ്ടത ഒരു വരം. നമ്മൾ വരങ്ങളെന്ന് കേൾക്കുമ്പോൾ ഉടനെ ഏത് കാര്യത്തിലേക്ക് ചിന്തിക്കുന്നത്?
ഭൂതശാന്തി വരം, രോഗശാന്തി വരം, അത്ഭുതങ്ങൾ ചെയ്യാനുള്ള വരം, അല്ലേ? അതൊക്കെയുണ്ട്, എല്ലാം ഉണ്ട്. കഷ്ടത എന്ന വരം എനിക്ക് കിട്ടിയേ പറ്റൂ, ഒരു 7 ദിവസം ഒന്ന് ഉപവസിച്ചിട്ടെങ്കിലും എനിക്ക് നേടിയെടുക്കണമെന്ന് പറയുവാൻ ആരാ തയ്യാറാവുക? പക്ഷേ ഈ കഷ്ടത എന്നുള്ള വരമുണ്ടല്ലോ, ഉപവസിച്ചില്ലെങ്കിലും ലഭിക്കും, നിർബന്ധമായിട്ട് ഓരോരുത്തർക്കും വരും ഈ കഷ്ടം. മറ്റു വരങ്ങളൊക്കെ ഒരുപക്ഷെ ഉപവസിച്ചും പ്രാർത്ഥിച്ചിട്ടും ആയിരിക്കും ലഭിക്കുക. പക്ഷേ കഷ്ടത എന്നുള്ള വരം സാർവത്രികമായി എല്ലാവർക്കും ലഭിക്കുന്ന വരമാണ്. പക്ഷേ ഈ കഷ്ടത എന്നുള്ള വരം പലർക്കും താല്പര്യമില്ലാത്തത് കഷ്ടത എന്ന വരത്തിൻ്റെ പ്രയോജനം അറിയാത്തത് കൊണ്ടാണ്. കഷ്ടത എന്ന വരത്തിൻ്റെ പ്രയോജനം അറിഞ്ഞാൽ ഒരിക്കലും കഷ്ടത ഒഴിവാകുവാൻ നമ്മൾ പ്രാർത്ഥിക്കുകയില്ല. നമ്മൾ ആരോഗ്യത്തിലും സന്തോഷത്തിലൊക്കെ ഇരിക്കുമ്പോൾ ദൈവം എന്നെ അനുഗ്രഹിച്ചു, ദൈവത്തിൻ്റെ ദാനമാണ് എന്നൊക്കെ നമ്മൾ പറയും. പരീക്ഷയിൽ കുട്ടിക്ക് നല്ല റിസൾട്ട് ഉണ്ടായി, നല്ല ജോലി, നല്ല വീട് വയ്ക്കുവാൻ സാധിച്ചു, ഒരു വാഹനം വാങ്ങാൻ സാധിച്ചു, ഇത് ദൈവത്തിൻ്റെ ഗിഫ്റ്റാണ്, ഇത് ദൈവത്തിൻ്റെ സമ്മാനമാണ്, ഗോഡ്സ് ഗിഫ്റ്റ് എന്നൊക്കെ നമ്മൾ പറയും. എന്നാൽ കഷ്ടത വന്നാൽ ദൈവത്തിൻ്റെ ദാനമാണ് എന്ന് നമ്മൾ പറയുമോ? ഫിലിപ്പിയ വിശ്വാസികൾക്ക് ഒത്തിരി എതിരാളികളുണ്ട്. ഇവർ സുവിശേഷത്തിന് യോഗ്യമാ വണ്ണം തന്നെ ജീവിക്കണം. എതിർപ്പിൻ്റെ നടുവിൽ സുവിശേഷത്തിന് യോഗ്യമാ വണ്ണം ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന കഷ്ടതയാണ് ഇവിടുത്തെ കഷ്ടത. അല്ലാതെ ദൈവത്തിന് വിരോധമായി ജീവിച്ചിട്ട് ദൈവം തന്നെ ചില ശിക്ഷണങ്ങൾ അയക്കും. ആ കഷ്ടതയല്ല ഇത്. ചിലപ്പോൾ നമ്മൾ ക്ഷമയില്ലാതെ ചില കാര്യങ്ങൾ പറഞ്ഞ് ചില പ്രതിസന്ധികൾ ചോദിച്ചു വാങ്ങും, ചില കഷ്ടതകൾ ചോദിച്ചു വാങ്ങും, ചില അബദ്ധങ്ങൾ ചെയ്ത് നമ്മൾ കഷ്ടത്തിൽ അകപ്പെടും. അതൊന്നും ക്രിസ്തുവിൻ്റെ നാമനിമിത്തമുള്ള കഷ്ടതയല്ല, നമ്മുടെ അക്ഷമയും നമ്മുടെ അബദ്ധവും മൂലം നാം തന്നെ വരുത്തി വെച്ച കഷ്ടതയാണ് അത്. എന്നാൽ ഇവിടുത്തെ കഷ്ടത എന്താണ്? ക്രിസ്തു നിമിത്തമുള്ള കഷ്ടതയാണ്, സുവിശേഷ നിമിത്തമുള്ള കഷ്ടതയാണ്. ഇനി ഇവിടെ പറയുന്ന കഷ്ടത, എൻ്റെ മകൾക്ക്, എൻ്റെ മകന് നല്ലൊരു അഡ്മിഷൻ കിട്ടിയില്ലല്ലോ, നല്ല കോളേജിൽ സീറ്റ് കിട്ടിയില്ലല്ലോ, ഇതല്ല ഇവിടെ ഉദ്ദേശിക്കുന്ന കഷ്ടത. എൻ്റെ വീട് ഒന്ന് പൊളിച്ച് ഒരു വിശാലമായ വീട് പണിയുവാൻ എനിക്ക് സാധിച്ചില്ലല്ലോ, ആ കഷ്ടതയല്ല ഇവിടുത്തെ കഷ്ടത. എനിക്ക് ജോലിയിൽ പ്രമോഷൻ കിട്ടി, കുറേ കാശ് സമ്പാദിക്കാൻ പറ്റിയില്ലല്ലോ ദൈവമേ, അതല്ല ഇവിടുത്തെ കഷ്ടത. എനിക്ക് വിദേശ നാടുകളിൽ പോയി കുറച്ച് കാശുണ്ടാക്കാൻ പറ്റിയില്ല, എത്ര കാലമായി പ്രാർത്ഥിക്കുന്നു. എൻ്റെ കൂടെയുള്ള പലരും ഗൾഫിലും അമേരിക്കയിലും പോയി കാശുണ്ടാക്കിയപ്പോൾ കണ്ടോ, എനിക്ക് എത്രയോ കുറച്ച് വരുമാനമാണ് കിട്ടുന്നത് ദൈവമേ, എൻ്റെ കഷ്ടത കണ്ടോ. ഇതൊന്നും കഷ്ടതയേ അല്ല, ഇതെല്ലാം സ്വന്തം മോഹങ്ങൾ നടക്കാതെ വന്നപ്പോൾ ഉള്ള ആ തേങ്ങലുകളാണ്. ഇവിടെ ഉദ്ദേശിക്കുന്ന കഷ്ടത ഇത്തരത്തിലുള്ള കഷ്ടതകൾ അല്ല. ക്രിസ്തു നിമിത്തമുള്ള കഷ്ടത, സുവിശേഷ നിമിത്തമുള്ള കഷ്ടത, അങ്ങനെയുള്ള കഷ്ടത ദൈവം തരുന്ന ദാനമാണ്. സുവിശേഷത്തിന് വേണ്ടിയുള്ള കഷ്ടത അതൊരു ദാനമാണ്. സ്വന്തം മോഹങ്ങൾ നടക്കാതെ പോകുമ്പോൾ ഉണ്ടാകുന്ന കഷ്ടത ഈ ഗണത്തിൽ പെടുത്തരുത്. പത്രോസ് പറഞ്ഞു, നിങ്ങൾ കഷ്ടത അനുഭവിക്കേണ്ടത് കൊലപാതകനായിട്ടല്ല, പരകാര്യത്തിൽ ഇടപെടുന്നവനുമായിട്ടല്ല, ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ നിങ്ങൾ ലജ്ജിക്കരുത്. ഈ നാമം ധരിച്ച് നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് വേണ്ടത്. ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് നിങ്ങൾ പങ്കുള്ളവരാകും തോറും നിങ്ങൾ ദുഃഖിക്കുകയല്ല വേണ്ടത്, നിങ്ങൾ സന്തോഷിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ നാമം നിമിത്തം നമ്മൾ എന്തെങ്കിലും കഷ്ടത അനുഭവിക്കുന്നുവെങ്കിൽ അത് തങ്ക കഷ്ടതയാണ്. ആ കഷ്ടത അനുഭവിക്കുന്നത് എത്ര ശ്രേഷ്ഠമാണ്. ഞാനൊരു കുറ്റവും ചെയ്തിട്ടല്ലല്ലോ, ഞാൻ ആരുടെയും വസ്തു മോഷ്ടിച്ചിട്ടില്ല, ഞാൻ ആരെയും പിടിച്ചു പറിച്ചിട്ടില്ല, ഞാൻ വിശുദ്ധിയിൽ കർത്താവിൻ്റെ സാക്ഷിയാകുവാൻ തീരുമാനിച്ചു, വചനത്തിനു വേണ്ടി ഞാൻ നിൽക്കുന്നു. ചില എതിർപ്പുകൾ ഈ ശ്രമത്തിലുണ്ടായി, അതിൽ നമുക്ക് പ്രശംസിക്കാം. നാം ക്രിസ്ത്യാനിയായപ്പോൾ എന്താ സംഭവിച്ചത്? അതിനുമുമ്പ് നമ്മൾ വിശാലമായ വഴിയിലൂടെ പോവുകയായിരുന്നു, ഭൂരിപക്ഷത്തിൻ്റെ വഴി. ക്രിസ്ത്യാനിയായപ്പോൾ നമ്മൾ ഞെരുക്കത്തിൻ്റെ വഴി തിരഞ്ഞെടുത്തു. ഈ ഞെരുക്കത്തിൻ്റെ വഴിയിലൂടെ നമ്മൾ പോകുമ്പോൾ പ്രതികൂലങ്ങളും കഷ്ടതകളൊക്കെ നമ്മെ എതിരേറ്റു വരികയാണ്. അതിൽ പരിഭ്രമിക്കേണ്ട കാര്യമില്ല. നമ്മുടെ രക്ഷാനായകനും ഇതേ ഞെരുക്കത്തിൻ്റെ വഴിയിലൂടെ കടന്നുപോയവനാണ്. നാം ലോകത്തിൻ്റെ കൂടെയല്ല, ക്രിസ്തു പോയ ഞെരുക്കത്തിൻ്റെ പാതയിലാണ് എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ കഷ്ടത.